ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വരുന്ന കുറച്ച് വേസ്റ്റ് ഉപയോഗിച്ച് ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചാണ്. ഇതിൽ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂ ഉണക്കിയതാണ് കേട്ടോ. ഇത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ന്യൂട്രിയൻസ് കുറഞ്ഞു പോകും. ഇത് ഡയറക്റ്റ് ഞാൻ ചെടിയിൽ നിന്ന് പിച്ചി ഉണക്കിയെടുത്തതാണ്. ഇത് നമ്മുടെ തേയിലച്ചണ്ടിയാണ്. പിന്നെ പഴത്തൊലിയുണ്ട്, അത് നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ്. നല്ലതുപോലെ ഉണക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ ഈസിയാണ്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഉണങ്ങിയതുകൊണ്ട്, നല്ലപോലെ ഉണങ്ങാത്തതുകൊണ്ട് അപ്പോൾ അതുണ്ട്. പിന്നെ മുട്ടത്തോടും കഴുകി ഉണക്കിയതാണ്. പിന്നെ നമ്മുടെ ഉള്ളിത്തോല് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചതിന് ഉള്ളി നമ്മൾ വൃത്തിയാക്കുമല്ലോ, അപ്പോൾ അത് കുറേശ്ശെ ഞാൻ മാറ്റി വെച്ച് ഉണക്കി എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇത്. ഞാൻ അല്ലാതെ തന്നെ ഡയറക്റ്റ് കുതിർത്ത് മിക്സിയിൽ അരച്ചും ഡൈലൂട്ട് ചെയ്ത് ഒരു വളം ഉണ്ടാക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇത് കുറച്ച് ഉണക്കി പൊടിച്ച് വെക്കാമെങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ. അപ്പോൾ 2-3 സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് അങ്ങനെ വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കുറേശ്ശെ എടുത്ത് ബോട്ടിലിൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്നിട്ട് ഡയറക്റ്റ് ചെടികളുടെ ചുവട്ടിലിടാൻ ഇപ്പം മഴ സമയം ആയത് കാരണം കുറച്ച് ഫംഗസൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ നല്ലത് ഇത് പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് 2-3 സ്പൂണ് 1/2 ലിറ്ററോ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഇത് കുറേ പൊടി തോനെ ഇട്ടും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമുക്കിത് ഒരാഴ്ചത്തേക്ക് വെക്കാം. കുറച്ച് ശർക്കരയും കൂടി ഇടാമെങ്കിൽ സ്മെല്ലുണ്ടാകത്തില്ല. അതിനുശേഷം പിന്നെ നമുക്ക് 1/2 ലിറ്റർ വെള്ളത്തിൽ 5 ml 10 ml ഒക്കെ ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് ചെടികളുടെ ചുവട്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടുതലും തണ്ടിലും ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിതിപ്പം പൊടിച്ചിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചത്. മഴക്കാലത്ത് ഡയറക്റ്റ് ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കാമെങ്കിൽ, പൊടിച്ച് വെക്കാമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാൻ നല്ലതാണ്. ഇലകളിലും പിന്നെ നമ്മുടെ തണ്ടുകളിലും കൂടുതൽ സ്പ്രേ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് ഞാൻ പഴത്തൊലി പൊടിച്ചെടുത്തു കേട്ടോ. നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലത്ത് നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് അന്നേരം തന്നെ പൊടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുട്ടയും കൂടെ പൊടിച്ചതാണ്, മുട്ടത്തോടും കൂടെ പൊടിച്ചത്. അപ്പം മുട്ടത്തോട് മാത്രം ഇട്ട് പൊടിക്കുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും. ഇത് രണ്ടും കൂടെ ആയപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ അത് പൊടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കാം. ഉള്ളിത്തോലും ചായച്ചണ്ടിയും എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതിൽ എല്ലാത്തിലും പൊട്ടാസ്യം, കാൽസ്യം, അയൺ, സൾഫർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലെല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട്. ഓണിയൻ പീലിനകത്തിലാണെങ്കിൽ പൊട്ടാസ്യം, കാൽസ്യം, അയൺ, മാഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. സൾഫറും ഉണ്ട്. അത് നമ്മുടെ കീടങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല റൂട്ട് ഡെവലപ്മെൻ്റ് ആകാനും ഫ്ലവറിങ്ങിനും ഫ്രൂട്ട്സിനും എല്ലാം ഈ ഒണിയൻ പീൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബനാന പീലിനും സെയിം ഇതൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം എല്ലാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയിലും അതൊക്കെ തന്നെ. അതിൽ കുറച്ച് നൈട്രജൻ്റെ അളവ് കൂടുതലുണ്ട്. അപ്പം പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടാകാനും ഫ്ലവറിങ്ങിനും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകാനും എല്ലാം നല്ലൊരു വളമാണ്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. മഴക്കാലം ആയാലും നമുക്കിങ്ങനെ പൊടിച്ച് വെച്ചിരുന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കി സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നാളെ കാണാം.